എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം പറയുന്നു, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുൻപേ, ഹല്ലേലൂയ, ഈ ലോകം ഉണ്ടാക്കുന്നതിന് മുൻപേ അനാദിയിൽ നമ്മളെല്ലാവരെയും കർത്താവ് തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ച ശക്തമായി ദൈവത്തെ സ്തുതിച്ച പ്രിയപ്പെട്ടവരെ, കർത്താവിന് മഹത്വം കൊടുത്തേ. തീർച്ചയായിട്ടും അന്ന് കർത്താവിൻ്റെ ആ വലിയ സാന്നിധ്യം വന്ന് എനിക്കിന്ന് അനുഭവിക്കുവാൻ, ഹല്ലേലൂയ, ആ സാന്നിധ്യത്തിൻ്റെ നിറവിൽ എനിക്ക് ആയിത്തീരുവാൻ കൃപയാൽ ഇപ്പോൾ നമ്മളെ കർത്താവ് എല്ലാവരും ചേർത്തതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഒരു മാനീര്യമില്ല എന്ന് പറയുവാൻ, ഒരു യോഗ്യതയുമില്ല പറയുവാൻ, കർത്താവ് കൃപയാൽ നമ്മളെല്ലാവരും തിരഞ്ഞെടുത്തതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. നന്ദി, നന്ദി യേശുവേ. ഹൃദയങ്ങളെല്ലാം ഏൽപ്പിച്ചു കൊടുക്കാമോ? പൂർണ്ണമായി വിട്ടുകൊടുക്കാമോ? മുഴു ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ പാടി മഹത്വപ്പെടുത്താമല്ലോ. ഒരു യോഗ്യതയുമില്ല പറയുവാൻ, ഒന്നുമില്ല പുകഴുവാൻ, അവിടുത്തെ കൃപയാലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. നമുക്ക് ചേർന്ന് ഇങ്ങനെ പാടാം. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഗതസമനയിലെ അതിവേദനയിൽ എന്നെയോർത്തു സഹിച്ചുവല്ലോ. ഗതസമനയിലെ അതിവേദനയിൽ എന്നെയോർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാ കാൽവരി മലയും എന്നെയോർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാ കാൽവരി മലയും എന്നെയോർത്തു സഹിച്ചുവല്ലോ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ചേർന്ന് പാടിക്കേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ. ഒരു യോഗ്യതയും പറയാനില്ല, ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ.
സേവിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാനില്ലായേ, ദയയൊന്നു മാത്രം യേശുവേ. ഹൃദയത്തിലേക്ക് കരമിച്ച് പറയാമോ? ഒരു മാന്യതയും പറയാനില്ലായേ, ദയയൊന്നു മാത്രം യേശുവേ. അങ്ങേ സേവിക്കുവാൻ, അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. അങ്ങേ സേവിക്കുവാൻ, അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കരമുയർത്തി പറഞ്ഞേ, കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. എന്നെ നിർത്തിയിരിക്കുന്നത് ഓ കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. പ്രത്യാശയോടെ പറഞ്ഞേ, ഇന്നീ പാർത്തലത്തിൽ അങ്ങേ സേവിക്കുവാൻ എൻ്റെ പ്രത്യാശയൊന്നു മാത്രം. ഇന്നീ പാർത്തലത്തിൽ അങ്ങേ സേവിക്കുവാൻ എൻ്റെ പ്രത്യാശയൊന്നു മാത്രം. കാഹളം കേട്ടിടും, കാഹളം കേട്ടിടും, കാന്തൻ വന്നിട നേരമായി. കാഹളം കേട്ടിടും, കാഹളം കേട്ടിടും, കാന്തൻ വന്നിട നേരമായി. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിൽ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല, എല്ലാവരും അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയോടെ പറഞ്ഞേ, എല്ലാവരും ചേർത്ത് പറഞ്ഞേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ.
അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. അഴകാർന്ന കൺകൾ എന്നെ കണ്ടതാലേ, തകർന്ന എന്നെ ഉയർത്തിയോനെ വാഴ്ത്തിയിടുന്നു. നിന്നഴകാർന്ന കൺകൾ എന്നെ കണ്ടതാലേ, തകർന്ന എന്നെ ഉയർത്തിയോനെ വാഴ്ത്തിയിടുന്നു. ആരും അറിയാതെ എന്നെ നന്നായറിഞ്ഞ തേടി വന്ന നല്ല യേശുവേ, ആരും അറിയാതെ എന്നെ നന്നായറിഞ്ഞ തേടി വന്ന നല്ല യേശുവേ. നിന്നഴകാർന്ന കൺകൾ എന്നെ കണ്ടതാലേ, തകർന്ന എന്നെ ഉയർത്തിയോനെ വാഴ്ത്തിയിടുന്നു. നിന്നഴകാർന്ന കൺകൾ എന്നെ കണ്ടതാലേ, തകർന്ന എന്നെ ഉയർത്തിയോനെ വാഴ്ത്തിയിടുന്നു. ഓ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. ഓ മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ. ചേർന്ന് പാടിക്കേ, ഒരുമിച്ച് പാടിക്കേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. ഓ മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ച് ശക്തമായി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. സന്തോഷത്തോടെ, ഇന്ന് വളരെ സമാധാനത്തോടെ ഉണർവിലേക്ക് നമ്മളെ കർത്താവ് കൊണ്ടുപോവുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. തിരുവചനത്തിലൂടെ, തിരുവചനത്തിൻ്റെ വെളിപ്പാടിലൂടെ ഇന്നലെ പ്രിയ സാറിലൂടെ നമ്മൾ കേട്ടു അല്ലേ, മർമ്മത്തെക്കുറിച്ച്. മറഞ്ഞിരുന്ന മർമ്മത്തെ, ഇവിടെ ഇരിക്കുന്ന ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന നമ്മളെ, ഒരു കഴിവുമില്ലാതിരുന്ന നമ്മളെ കർത്താവ് മുന്നമേ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഈ മർമ്മങ്ങളെ ഒന്ന് മനസ്സിലാക്കി ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ, കർത്താവിനോട് ഒരു പടി കൂടെ അടുത്ത് നിൽക്കുവാൻ ഈ കൃപായുഗത്തിൽ കർത്താവ് നമ്മളെ ആക്കി വെച്ചതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ ഒരു പക്ഷേ ഈ കോട്ടയം ചർച്ചിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ്? യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 65-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ കടന്നു വരുവാൻ കഴിയുകയില്ല. പിതാവിന് കൃപ നൽകിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ വന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഒരു മിടുക്ക് കൊണ്ടോ കഴിവ് കൊണ്ടല്ല, പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ ഓരോരുത്തരും പ്രേരിപ്പിക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയാ? ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുവാൻ. ഇതാ ഇന്ന് ഒരു പറ്റം ഒരു ചെറിയ അജഗണമായ നമ്മളെ കർത്താവ് ചേർത്തതിനെ ഓർത്ത് നമുക്കൊരിക്കൽ കൂടി ഇരു കരങ്ങളെ ഉയർത്തി സ്വർഗത്തിലേക്ക് ഉയർത്തി
നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് ലോകം മുഴുവൻ ആഘോഷങ്ങളുടെ തിമിർപ്പിൽ ആടി അവരാഘോഷിക്കുമ്പോൾ ഇതാ നമ്മുടെ കർത്താവ് ഇതാ ഏറ്റവും അടുത്തിരിക്കുക, അവൻ്റെ വരവ്. ഹല്ലേലൂയ. ലോക സംഭവങ്ങൾ ഇന്ന് വിളിച്ചറിയിക്കുമ്പോൾ, നമ്മൾ കണ്ണാലെ കാണുമ്പോൾ ഇതാ നമ്മൾ തിരിച്ചറിയുന്നു, ഇതാ നമ്മുടെ അപ്പൻ്റെ വരവ് ഏറ്റവും അടുത്തു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 1, 2, 3 വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്തപ്പോൾ, ഹല്ലേലൂയ, എൻ്റെ ആഗ്രഹം ഇന്ന് ആഘോഷങ്ങളിലല്ല, ഈ ലോകത്തിൻ്റെ ഒരു ചിന്തകളിലുമല്ല, ലോകത്തിൻ്റെ ഒരു ആഘോഷ പരിപാടികളിലുമല്ല. എൻ്റെ ചിന്ത മുഴുവൻ, എൻ്റെ ആഗ്രഹം മുഴുവൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ എൻ്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്കൊന്ന് എത്തിച്ചേരുവാൻ ഇതാ ഇന്നല്ലെങ്കിൽ നാളെ, അല്ല ഇതല്ലെങ്കിൽ അടുത്ത നിമിഷത്തിൽ എൻ്റെ കർത്താവ് വാനമേഘത്തിൽ വരുമ്പോൾ എനിക്ക് എടുക്കപ്പെടുന്ന ഒരു മനുഷ്യനാകുവാൻ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇന്ന് ഹൃദയശുദ്ധി വരുത്തുവാൻ ഓരോ പ്രഭാതത്തിലും, ഇന്നിവിടുന്ന് ശുശ്രൂഷ കഴിഞ്ഞ് പോയാൽ പോരാ, ഓരോ പ്രഭാതത്തിലും ഇന്നിവിടുന്ന് കേട്ട തിരുവചനം നമ്മുടെ ഉള്ളിൽ സ്ട്രഗിൾ ചെയ്യുവാൻ, എൻ്റെ ഉള്ളിൽ പരിവർത്തിക്കുവാൻ, എൻ്റെ ഉള്ളിൽ ആത്മാവ് ഇടപെടുവാൻ. ഹല്ലേലൂയ. നമുക്കറിയാം, തൊഴുത്തിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മൃഗങ്ങൾ എങ്ങനെയാ ആ പശു ആ തിന്ന ഭക്ഷണം അയവിറക്കുന്നത് പോലെ ഇന്ന് കേട്ട തിരുവചനം, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം, ഇവിടെ കാണുന്ന ആകാശവും ഭൂമിയെല്ലാം മാറിപ്പോയാലും ഒരു നാളും മാറാത്ത തിരുവചനം, ഇന്ന് കേട്ട ദൈവത്തിൻ്റെ ശക്തിയേറിയ വചനം, അതേ പാറയെ തകർക്കുന്ന കൂടമായ ദൈവത്തിൻ്റെ വചനം, ഹല്ലേലൂയ, തീ പോലെയുള്ള വചനം എൻ്റെ ഉള്ളിൽ കത്തുവാൻ, ഹല്ലേലൂയ, അതെനിക്ക് ധ്യാനിക്കുവാൻ, അതെൻ്റെ ഉള്ളിൽ ഏത് നിമിഷവും, ഏത് യാത്രയിലായിക്കൊള്ളട്ടെ, ഏത് തൊഴിൽ മേഖലയിലായിക്കൊള്ളട്ടെ, ഞാൻ എവിടെയായിരുന്നാലും ഇന്ന് കേട്ട ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം എപ്പോഴും ഞാൻ കേൾക്കുന്ന, എപ്പോഴും ഞാൻ ധ്യാനിക്കുന്ന, എപ്പോഴും ഞാൻ പ്രാർത്ഥനയ്ക്ക് എടുത്ത് ഞാൻ ധ്യാനിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഈ തിരുവചനങ്ങൾ എൻ്റെ ഉള്ളിൽ ക്രിയ ചെയ്യുവാൻ, ഞാൻ അതിൽ തന്നെ ആശ്രയം വയ്ക്കുവാൻ. ഹല്ലേലൂയ. 91-ാം സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറഞ്ഞു അല്ലേ: അത്യുന്നതൻ്റെ ചെറുകൻ്റെ മറവിൽ നമ്മൾ എല്ലാവരെയും ഇന്ന് കർത്താവ് ചേർത്ത് പിടിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആ ദൈവസ്നേഹം അതെത്ര വലുതാ പ്രിയപ്പെട്ടവരെ. ആ മുൾക്കിരീടം നമുക്ക് വേണ്ടി ആ 3 ആണികളാൽ കർത്താവ് ആ കൈകാലുകളിലേക്ക് ആണി താഴ്ന്നിറങ്ങിയപ്പോഴും, ശരീരം ഉഴുവുചാല് പോലെ കീറി നുറുക്കപ്പെട്ടപ്പോഴും, ഇതെല്ലാം ഇന്നലെ നമ്മളെ സാറ് പഠിപ്പിച്ചപ്പോൾ എന്നെ ഓർക്കുകയായിരുന്നു, കർത്താവിനെ ക്രൂശിക്കാനൊക്കെ നമ്മളും ഉണ്ടായിരുന്നു അല്ലേ. ഹല്ലേലൂയ. അതൊന്നും ഓർത്ത് അനുദപിച്ച പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഇതൊന്നും അറിയാതെ കർത്താവേ, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കർത്താവ് കാൽവരി ക്രൂശിൽ യാഗതമായതെന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ആ ഓർമ്മ വന്നത് എപ്പോഴാണ്? പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ഇതാ എനിക്ക് ബോധമുണ്ടായി. ഹല്ലേലൂയ. വളരെ ബോധത്തോടെ, വളരെ ഒരു അറിവിലോടെ ഞാൻ നിൽക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കും. എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ഇനി എപ്പോഴും ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തിയുള്ളൊരു ജീവിതമായിരിക്കും എൻ്റെ ജീവിതം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കിങ്ങനെ ചേർന്ന് പാടാം. ഹല്ലേലൂയ. ആ ദൈവസ്നേഹത്തെ ഓർത്ത് നമുക്ക് ഇപ്രകാരം പാടാം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തോത്രം. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയോരത്ഭുതമേ, മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ, ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയോരത്ഭുതമേ, മരക്കുരിശിന്മേൽ
പകരമായി തുല്യമായി ഒന്നുമില്ല നാഥനേ. കരമുയർത്തി നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം നാഥനെന്നെ സ്നേഹിച്ചുവല്ലോ. ഓ നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം നാഥനെന്നെ സ്നേഹിച്ചുവല്ലോ. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ സ്വർഗം കാട്ടിയോരത്ഭുതമേ. മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാ നിത്യസ്നേഹമേ. എന്തു നൽകും പകരമായി തുല്യമായി ഒന്നുമില്ല നാഥനേ. എന്തു നൽകും പകരമായി തുല്യമായി ഒന്നുമില്ല നാഥനേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം നാഥനെന്നെ സ്നേഹിച്ചുവല്ലോ. ഓ നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം നാഥനെന്നെ സ്നേഹിച്ചുവല്ലോ. മുൾക്കിരീടവും ആടിപ്പിണരേറ്റതും എങ്ങനെ മറക്കും നാഥനേ. സ്വന്ത ജീവനേകും ദൈവകുഞ്ഞാടിനെ നന്ദി ചൊല്ലാൻ നാവു പോരായേ. എന്തു നൽകും പകരമായി തുല്യമായി ഒന്നുമില്ല നാഥനേ. എന്തു നൽകും പകരമായി തുല്യമായി ഒന്നുമില്ല നാഥനേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം നാഥനെന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം നാഥനെന്നെ സ്നേഹിച്ചുവല്ലോ. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ സ്വർഗം കാട്ടിയോരത്ഭുതമേ. മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. പ്രൈസ് ദി ലോർഡ്. കടുത്തുരുത്തിയിൽ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയ ജോസ് പാസ്റ്റർ ഒന്നെന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നലെയും ഇന്നുമായി കർത്താവെ അവിടുത്തെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാനും ഒരിക്കൽ കൂടി തന്നെ ധ്യാനിക്കുവാനും ഞങ്ങൾക്ക് തന്ന വിലയേറിയ അവസരത്തിനായി ഞങ്ങൾ നന്ദി വരുന്നു. കർത്താവെ, ദൈവമേ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്താൽ അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചുവല്ലോ. കർത്താവെ, അക്ഷരരൂപത്തിലും ആത്മാവായും നീ ഞങ്ങളുടെ മേൽ നിന്റെ വചനത്തെ പകർന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ,
ഞങ്ങൾ കേട്ട വചനങ്ങൾ പ്രകാരം ജീവിക്കാൻ തക്കവണ്ണം നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉപരിയായി ഞങ്ങളുടെ മേൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചന ശുശ്രൂഷ ഇവിടെ ചെയ്ത പ്രിയപ്പെട്ട സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഈ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിയ ടോച്ചം പാസ്റ്റർ, അതിന് കൂടെയുള്ള എല്ലാ ശുശ്രൂഷകരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എല്ലാറ്റിനുപരിയായി ഈ ശുശ്രൂഷയിൽ കടന്നു വന്ന് അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ കടന്നു വന്ന് വചനം കേൾക്കുവാനും ഈ ശുശ്രൂഷ പങ്കെടുക്കാനും സാധിച്ച എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നാളത്തെ ആരാധനയോടുകൂടി ഈ ശുശ്രൂഷ നാളെ വൈകുന്നേരം സമാപിക്കുമ്പോൾ കർത്താവെ, നിൻ്റെ വലിയ കൃപ എല്ലാവരുടെ മേലും അവിടുന്ന് സമൃദ്ധമായി ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കോട്ടയം ശിരയിലെ എല്ലാ ചർച്ചകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, എല്ലാ സഭകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു, എല്ലാ പാസ്റ്റർമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചർച്ച് ഓഫ് ഇറ്റേണിറ്റിയിലെ എല്ലാ സഭകളെയും ഓർക്കുന്നു, ശുശ്രൂഷകരെ ഓർക്കുന്നു കർത്താവെ. അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചാലും അഭിഷേകത്താൽ നിറച്ചാലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം, അടിയങ്ങളെ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തുതിച്ച കർത്താവിനെ ഇരിക്കുന്നവരെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. കണ്ണുനീരിൻ്റെ താഴ്വരയിലായിരുന്നാലും അവിടുന്ന് നമ്മളെ കൈവിടാത്ത നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അന്ത്യത്തോളം കർത്താവിൻ്റെ ചിറകടിയിൽ വചനത്തിൽ പറഞ്ഞതുപോലെ തള്ളക്കൂടി തന്നെ കുഞ്ഞുങ്ങളെ മറയ്ക്കുന്നത് പോലെ നമ്മളെ മറയ്ക്കുന്ന നമ്മുടെ കർത്താവിനെ ഒരിക്കൽ കൂടി നമുക്ക് പാടി മഹത്വപ്പെടുത്താം. ജീവിതമാകുന്ന പടകിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പ്രതികൂലത്തിൻ്റെയും പ്രശ്നത്തിൻ്റെയും രോഗത്തിൻ്റെയും ദുഃഖങ്ങളുടെയും അതേ പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോൾ കൊടുങ്കാറ്റും തിരമാലയും പോലെ നമ്മുടെ പടകിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ പടകിൽ അമരത്ത് യേശു ഉള്ളത് കൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ഇന്ന് കർത്താവിനെ ഒന്ന് പാടി മഹത്വപ്പെടുത്താം. നന്ദി കർത്താവേ, സ്തോത്രം സ്തോത്രം. ചേർന്നിങ്ങനെ ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. നമ്മുടെ കൈവിടാത്ത നമ്മുടെ കർത്താവിനെ, ഉപേക്ഷിക്കാത്ത നമ്മുടെ കർത്താവിനെ, അതെ നമ്മുടെ പ്രത്യാശ കർത്താവ് വീണ്ടും വരും. ആ വിണ്ണിൽ എന്നെ ചേർത്ത് കൊണ്ടുപോകുവാൻ, ആ വിണ്ണിൽ എനിക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുവാൻ പോയ കർത്താവിനെ ഒന്ന് നമുക്ക് ചേർന്ന് മഹത്വപ്പെടുത്താം, ചേർന്നിങ്ങനെ പാടാം. നന്ദി കർത്താവേ, സ്തോത്രം. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ധരയിൽ. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ധരയിൽ. ആപത്തിലും രോഗത്തിലും, ആപത്തിലും രോഗത്തിലും അവനാണെനിക്കഭയം, അവനാണെനിക്കഭയം. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധു എന്നെ കൈവിടാതെ നടത്തിയിടുന്നു. കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ, കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ കൈവിടില്ലൻ കർത്തനൻ്റെ, കൈവിടില്ലൻ കർത്തനൻ്റെ. കണ്ണുനീരെല്ലാം തുടയ്ക്കും, കണ്ണുനീരെല്ലാം തുടയ്ക്കും. സാധു എന്നെ കൈവിടാതെ നാഥൻ
ചാരയുണ്ട് നേരമെൻ്റെ ചാരയുണ്ട് നേരമെൻ്റെ ചാരയുണ്ട് നാഥനെന്നും വല്ലഭനായി നാഥനെന്നും വല്ലഭനായി സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു പിന്നിലെൻ്റെ വീടൊരുക്കി വേഗം വന്നിടും പ്രിയനായി. പ്രത്യാശയോടെ പറയാമോ? വിണ്ണിലെൻ്റെ വീടൊരുക്കി വേഗം വന്നിടും പ്രിയനായി. വേല ചെയ്തൻ നാളുകൾ തീർന്നു വേല ചെയ്തൻ നാളുകൾ തീർന്നു വേല ചെയ്തൻ നാളുകൾ തീർന്നു വീട്ടിൽ ചെല്ലും ഞാനൊടുവിൽ വീട്ടിൽ ചെല്ലും ഞാനൊടുവിൽ സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ധരയിൽ അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ധരയിൽ ആപത്തിലും രോഗത്തിലും ആപത്തിലും രോഗത്തിലും അവനാണെനിക്കഭയം അവനാണെനിക്കഭയം അതു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു യേശു എന്നെ കൈവിടാതെ യേശു